ബത്തേരി കല്ലൂർ പുഴ കര കവിഞ്ഞു എന്നുള്ള വിവരം നൽകുന്നുണ്ട് സുർജിത്ത് അയ്യപ്പത്ത്. പുഴങ്കുനി ഉന്നതിയിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുർജിത്ത്, ഇവരെ ഏത് ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയത്? ഒപ്പം ഈ ഉന്നതിയിലെ കുടുംബങ്ങളെ മാത്രമാണോ, മറ്റ് പ്രദേശങ്ങളിലുള്ളവരുടെ ഒരു സുരക്ഷ, ഈ പുഴ കര കവിഞ്ഞ് അതിനെ തുടർന്ന് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ? ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ? മഴ എങ്ങനെയുണ്ട് അവിടെ? സ്മിത, ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് എപ്പോഴും ഒരു താഴ്ന്ന ഈ പുഴങ്കുനി ഉന്നതി എന്ന് പറയുന്നത്, അതായത് ഒരു വയലിനോട് ചേർന്നുള്ള ഉന്നതിയാണിത്. ഇവിടെ എപ്പോഴും മഴയൊന്ന് ശക്തമായി പെയ്താൽ അപ്പോൾ തന്നെ മാറേണ്ട ഒരവസ്ഥയാണ് ഇവർക്കുള്ളത്. ഇന്നലെ രാത്രിയിലാണ് ഇവരെ മാറ്റിയത്. ഫയർഫോഴ്സും പോലീസും എല്ലാവരും ചേർന്നാണ് ഇവരെ മാറ്റിയത്. 7 കുടുംബങ്ങളിലെ 17 പേരെയാണ് നിലവിൽ പഞ്ചായത്തും റവന്യൂ വകുപ്പും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് മാറ്റിയിരിക്കുന്നത്. ഇവർ കഴിയുന്നത് കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. ഇവരെ മാത്രമല്ല, സുൽത്താൻ ബത്തേരി 2 ക്യാമ്പുകൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. നെന്മേനി, ചീരാൽ വില്ലേജുകളിലാണ് ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. ചീരാൽ വില്ലേജിൽ വെള്ളച്ചാൽ ഉന്നതിയിലെ ചില കുടുംബങ്ങളെയാണ്, 27 അംഗങ്ങളെയാണ് കല്ലിങ്കര ഗവൺമെന്റ് UP സ്കൂളിലേക്ക് മാറ്റിയത്. അതോടൊപ്പം തന്നെ നെന്മേനി വില്ലേജിലെ പാമ്പുംകുനി ഉന്നതിയിലെ കുടുംബങ്ങളെ കൂടി മാറ്റിയിട്ടുണ്ട്. അവരെ കോളിയാടി AUP സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന ഒരു അനുഭവമാണുള്ളത്. പക്ഷേ ഇതിനൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ മരങ്ങൾ പൊട്ടി വീഴുന്നതാണ്. വയനാടിനെ സംബന്ധിച്ച് ഈ പച്ചപ്പും ഹരിതാഭയും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഇടമാണ്. പക്ഷേ ഈ പാതയോരങ്ങളിലുള്ള മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തന്നെ ദേശീയപാതയിൽ 4 മരങ്ങൾ കടപുഴകി വീണത്. ഏറ്റവും ഒടുവിൽ വീണത് ഈ കൽപ്പറ്റ ടൗണിൽ തന്നെയാണ്. കൽപ്പറ്റ ടൗണിലെ സിവിൽ സ്റ്റേഷനടുത്ത് SP ഓഫീസിലേക്ക് പോകുന്ന വഴി ഒരു കൂറ്റൻ ആൽമരമുണ്ട്. ആ ആൽമരം അതിന്റെ 3/4 ഭാഗത്തോളം പൊട്ടി നിലത്തേക്ക് വീഴുകയാണ് ഉണ്ടായത്. അത് വീഴുമ്പോൾ അതിന് താഴെ ഒരു ഇന്നോവ കാറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ കൃഷ്ണഗിരി ഭാഗത്ത് മറ്റൊരു കാറിന് മുകളിലേക്ക് മരം പൊട്ടി വീണു. കല്ലൂരിൽ, ചുണ്ടേലിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മരങ്ങൾ റോഡിലേക്ക്, ദേശീയപാതയിലേക്ക് പൊട്ടി വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടെ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിലുള്ള അവസ്ഥ ഉണ്ട്. ഇന്നും വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് തുടരുന്ന പശ്ചാത്തലമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്മിത, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുർജിത്ത് പറഞ്ഞതുപോലെ പലയിടങ്ങളിലും മരം വീഴുന്ന ഒരവസ്ഥയുണ്ട്. നല്ല ശക്തമായ കാറ്റും മഴയും വരുന്ന സമയങ്ങളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ശക്തമായ മഴയുണ്ടെങ്കിൽ, കാറ്റുണ്ടെങ്കിൽ അതത് സ്ഥലങ്ങളിൽ തുടരുക. അതിനുശേഷം മഴ ശമിച്ചതിന് ശേഷം മാത്രം യാത്ര തുടരുക. കാരണം കഴിഞ്ഞ ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീഴുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെയേറെ കരുതലോടെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഈ കരുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കുക. 11 ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്.